ഇന്ന് ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിനായി വകയിരുത്തിയ തുകയിൽ ദുരൂഹതയെന്ന ആരോപണം. 3,44,00,000 രൂപ വകയിരുത്തിയ പദ്ധതി 5,29,00,000 രൂപയിലെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. ഫുഡ് സ്ട്രീറ്റിലും വെൻഡിംഗ് മാർക്കറ്റിലും സമഗ്രാന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിൽ UDF കൌൺസിലർമാർ പങ്കെടുക്കില്ല. ആദ്യ ഗഡുവായി 1,90 ലക്ഷം രൂപ കേരള ബാങ്ക് വഴി ലോൺ ഇനത്തിൽ വാങ്ങുകയും പിന്നെ ഈ കഴിഞ്ഞ 8-ാം മാസം 90,000 രൂപ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഗഡുവായി അടുപ്പിച്ചത് എന്തിനെന്നാണ് ഭരണാധികാരികൾ ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ടത്. പല അവസരത്തിലും ഈ ഒരു തുകയിലുള്ള വലിയ വർധനവിനെക്കുറിച്ച് വെൻഡിംഗ് കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞതാണ്. വെൻഡിംഗ് കമ്മിറ്റി സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെങ്കിൽ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് UDF കൗൺസിൽ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മലയമ്മ, 1-2 ലക്ഷത്തിന്റെ അല്ല 2 കോടിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കോടികൾ അവിടെ ചെലവായോ? എന്താണ് സംഭവിച്ചത്? സുജയ, കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച അഭിമാന പദ്ധതിയായിട്ടാണ് കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുഡ് സ്ട്രീറ്റ് കം വെൻഡിംഗ് മാർക്കറ്റ് എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. അതിന്റെ ഭാഗമായി നിലവിൽ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം ഒരിടത്തേക്ക് പാർപ്പിക്കുകയും അവർക്ക് സമഗ്രമായി ഒരിടത്ത് വെച്ച് വളരെ ഭംഗിയായി കച്ചവടം ചെയ്യാനുള്ള സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് 3,44,00,000 രൂപ പദ്ധതി വിഹിതം എന്നുള്ള നിലയ്ക്ക് ആദ്യം തന്നെ കോർപ്പറേഷൻ അതിനുവേണ്ടി തുക വകയിരുത്തിയത്. അത് ഇപ്പോൾ 5,29,00,000 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് UDF കൗൺസിലർമാർ ആരോപിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ കച്ചവടക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന് പുറമെ പുതുതായി ബങ്കുകൾ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാൻ ഉതകുന്ന തരത്തിൽ ഒരു ഷെൽട്ടർ നൽകിയിട്ടുണ്ട്. ആ ഷെൽട്ടറിന് 3 ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ ഈടാക്കിയിരിക്കുന്നത്. ആ തുക ഈ ഓരോ കച്ചവടക്കാരും കേരള ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്തിട്ട് വേണം നൽകാൻ എന്നുള്ളതാണ്. അത് ആ നിലയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 3 ലക്ഷം രൂപ ഈടാക്കിയിട്ടുള്ള ബങ്കുകൾക്കൊന്നും തന്നെ കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പൂർണ്ണമായും സ്റ്റീലിലല്ല അത് നിർമ്മിച്ചിട്ടുള്ളതെന്നും കാസ്റ്റ് അയൺ ഉൾപ്പെടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നാളെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നത് തട്ടിപ്പിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് UDF കൗൺസിലർമാർ പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കൊട്ടേഷൻ ക്ഷണിക്കുകയാണെങ്കിൽ 2,50,000-നും അതിന് തൊട്ട് മുകളിലുമൊക്കെ ആയിക്കൊണ്ട് 3 ലക്ഷത്തിന് താഴെ ഇത്തരത്തിൽ ബങ്കുകൾ കിട്ടാനുണ്ട് എന്നുള്ള ഇരിക്കെയാണ് ഇത്തരത്തിൽ വൻ അഴിമതി നടത്തിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും കൂടി ഉന്നയിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിൽ പൂർണ്ണമായും കോർപ്പറേഷൻ പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട കൗൺസിലർമാർ വിട്ടുനിൽക്കുകയും. ദീപക്, ഒറ്റ കാര്യം, ഇതിൽ കോർപ്പറേഷന്റെ മറുപടി എന്താണ്? കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ? ഉദ്ഘാടനത്തിന് മുൻപേ ഈ ദുരൂഹതയൊന്ന് നീക്കണ്ടേ? കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞതാണ്. അതായത് മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റം മാത്രമാണ്. നേരത്തെ ഉണ്ടായതിൽ നിന്ന് സാധന സാമഗ്രികൾക്ക് ഉൾപ്പെടെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് അത് വിശദീകരിച്ചത്. ഇനിയിപ്പോൾ വിശദമായ മറുപടി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേർന്നത്.